തമിഴ്നാട് വാൽപ്പാറയിൽ 8 വയസ്സുകാരിയെ പുലി കടിച്ചു കൊന്നു. അസം സ്വദേശികളായ മകൾ നൂറിൻ ഇസ്ലാമിനെയാണ് പുലി കൊണ്ടുപോയത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ. ഇന്ന് വൈകിട്ട് 4:30 സംഭവം നടക്കുന്നത്. വാൽപ്പാറയിലെ വേർവലി എസ്റ്റേറ്റിൽ വെച്ചാണ്. തേയിലത്തോട്ടമാണ്. ഇവിടെ ജോലി ചെയ്യാനെത്തിയ അസം സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ മകൾ 8 വയസ്സുള്ള നൂറിൽ ഇസ്ലാമിനെയാണ് പുലി പിടിച്ചുകൊണ്ടുപോയത്. വീട്ടുമുറ്റത്ത്, അതായത് തേയിലത്തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് മുന്നിലുള്ള വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് പിന്നാലെ തേയിലക്കാടുകളിലൂടെ എത്തിയ പുലി കുട്ടിയെ പിടിച്ചു കൊണ്ട് കടന്നു കളയുന്നത്. തേയിലക്കാടുകൾക്കിടയിൽ ഈ സംഭവം പുലി മറയുകയും ചെയ്തു. കുട്ടിയുടെ നിലവിളിയും ബഹളവും കേട്ട് മറ്റുള്ള പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ ഏറെ നേരം പരിശോധന നടത്തി. ഈ പരിശോധനയ്ക്കൊടുവിലാണ് തേയിലക്കാട്ടിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കിട്ടുന്നത്. മുഖത്തിന്റെ ഭാഗവും നെഞ്ചിന്റെ ഭാഗവും ഒക്കെ പുലി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം 6 മണിയോടുകൂടി കിട്ടിയത്. പ്രദേശവാസികളും പോലീസും ഫയർഫോഴ്സും വനപാലകരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ മാസത്തിലും സമാനമായി അസം സ്വദേശികളായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ, നിരവധി ആളുകൾ ഈ വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ എത്തി ജോലി ചെയ്ത മറ്റൊരു അസം സ്വദേശികളായ ദമ്പതികളുടെ 4 വയസ്സുകാരി മകളെയും സമാനമായ രീതിയിൽ പുലി കടിച്ചെടുത്ത് കൊണ്ടുപോയി ഭക്ഷിക്കുകയും മൃതദേഹ അവശിഷ്ടങ്ങൾ 1.5 ദിവസത്തോളം നടത്തിയ തെരച്ചിലിനൊടുവിൽ ലഭിക്കുകയുമായിരുന്നു. തുടർച്ചയായി വന്യമൃഗശല്യം അതിരൂക്ഷമായ മേഖലയാണ് വാൽപ്പാറ. കാട്ടാനകളും കാട്ടുപോത്തുകളും വന്യമൃഗങ്ങളായ ക്രൂരജന്തുക്കളും അടക്കം വിഹരിക്കുന്ന ഒരു വലിയ വനമേഖലയോട് ചേർന്ന ഒരു കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഇവിടെ മനുഷ്യർക്ക് സ്വൈര്യജീവിതം അസാധ്യമായിരിക്കുന്നു. പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾ, തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യാനെത്തുന്ന ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകളൊക്കെ കൂട്ടമായി താമസിക്കുന്ന പാടികളും ലയങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ഇവിടങ്ങളിലാണ് നിരന്തരം വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ആളുകൾ ജീവനും സുരക്ഷയ്ക്കും വേണ്ടി പല അധികാരികളോടും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ ക്രൂരമൃഗങ്ങളെ പ്രതിരോധിക്കാൻ വനപാലകർക്കോ സംവിധാനങ്ങൾക്കോ ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഏറ്റവും ഒടുവിൽ മറ്റൊരു 8 വയസ്സുകാരി കൂടി, ഒരു കുഞ്ഞുകൂടി ക്രൂരമൃഗത്തിന് ഇരയാകുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. സോന. ശരി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.